എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ADGPയുടെ അരികില് നന്ദയും അർജുനും ഇരിക്കുകയാണ്. അപ്പൊ ADGPയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയാവുള്ളൂ. ആരാണ് അഭിരാമിയെ ഒറ്റക്കെടുത്തെന്നുള്ള സത്യം, അല്ലെങ്കിൽ തനിക്ക് ഒരു ജീവിതമില്ല എന്നുള്ള കാര്യമൊക്കെ ADGPയുടെ നന്ദ തുറന്നു പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ADGP അതെ അറിയാലോ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും പുറത്തു പറയാൻ പാടില്ല. ഈ സമയം അർജുൻ പറഞ്ഞു, ഒരു ജീവിതത്തിന്റെ കാര്യമില്ല സാർ, കാരണം ഇത് വെച്ച് ഞങ്ങൾ ദുരുപയോഗം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് സാറ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്ത ആരാന്നുള്ള കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞാണെന്ന് പറയാം. ഇത് കേട്ടപ്പോ ADGP പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നെ കൂടെ പറ്റുമോന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് ADGP കുറച്ച് സമയം ആലോചിച്ചിരുന്നു. അതിനുശേഷം ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ച് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ADGP പറഞ്ഞ, അതെ ഇൻഫർമേഷൻ കൊടുത്ത ആരാന്നും കിട്ടിയിട്ടില്ല, പക്ഷേങ്കില് അത് ഒരു മെയിൽ വഴിയാണ് വന്നിരിക്കണേന്ന് പറയണം. മെയിൽ വഴിയോ? അതെ, ആ മെയിൽ വഴിയാ വന്നിരിക്കുന്നത്. അങ്ങനെ ആ മെയിൽ വന്ന ആ സൈബർ കഫേയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കുവാണെങ്കിൽ അത് ആരാ അവിടെ നിന്ന് മെയിൽ അയച്ചെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാർ. ഈ സമയം നന്ദ പറഞ്ഞു, അങ്ങനെ ചെന്ന് അന്വേഷിക്കുവാണെങ്കിലും പക്ഷേങ്കിൽ അതിനെക്കുറിച്ചുള്ള ആരാ അയച്ചെന്ന ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമോന്ന് ചോദിക്കുക. അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ പറയണം. ഇത്രയൊക്കെ സഹായം എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഇത് കിട്ടുമ്പോൾ നന്ദ പറഞ്ഞു, ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും പോലും കിട്ടുമെന്ന് പ്രതീക്ഷയല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു സാറ്. അതുകൊണ്ട് ഒന്ന് ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നന്ദ ചോദിച്ചു, അല്ല അർജുൻ, നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി കിട്ടുമോന്ന് ചോദിക്കുകയാണ്. അർജുൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട നന്ദേ, നമുക്ക് നോക്കാം, ഇനി സമയമുണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ ആ കഫേ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ആ മെയിൽ അയച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും ഇങ്ങനെ പറയണം. ഈ സമയം പിങ്കി ആകെപ്പാട് ടെൻഷനില്ല. കാരണം അർജുനും നന്ദയും കൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു. എങ്ങോട്ടാന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. നന്ദ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അർജുന് പൂർണ്ണ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, നന്ദേനെയും ഗൗതത്തിനും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് എന്ത് റിസ്ക് ഏറ്റെടുക്കാനോ അർജുൻ തയ്യാറാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടാണോ പോയിരിക്കണേ. ആ ഒരു ടെൻഷൻ കൊണ്ട് പിങ്കി നേരെ അർജുനെ ഫോൺ ചെയ്യുവാണ്. അർജുനെ ഫോൺ ചെയ്യിച്ചു. അർജുൻ എവിടെയാന്ന് ചോദിക്കാം. ഞാൻ പുറത്താ. അല്ല നന്ദ കൂടെ ഉണ്ടോ ചോദിക്കും. നന്ദയും കൂടെ ഉണ്ട്. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോയത്? അതൊക്കെ നീ എന്തിനാ പിങ്കി പറയണേ? അതൊക്കെ വന്നതിന് ശേഷം അറിഞ്ഞാൽ മതി. പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങോട്ട് വെക്കുവാണ്. പിങ്കിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിങ്കി എന്ത് ചെയ്യണം, മൂട്ടിന് തീ പിടിച്ചൊരവസ്ഥയായിപ്പോയി. കാരണം പിങ്കിക്ക് അറിയാം, അത് കണ്ടുപിടിക്കാൻ അവർ ഇറങ്ങി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ മുന്നിൽ മാത്രമല്ല, ഈ കുടുംബത്തിന് മുന്നിൽ താൻ കുറ്റക്കാരിയോ, തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അത് ഒരു കാരണവശാലും പാടില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. പിന്നീട് പിങ്കി നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ജഗന്നാഥനും മഹേശ്വരനും അരുന്ധതി എല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിങ്കിനെ കണ്ടപ്പോ ഉടനെ അരുന്ധതി പറഞ്ഞു, എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കണം. എന്ത് പറയാനാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടെന്ന് ചോദിക്കണം. അല്ല ഇവിടെ എന്ത് നടന്നെന്നാ പറഞ്ഞേ? ഇപ്പൊ ഉണ്ടല്ലോ നന്ദ അർജുനെയും കൂട്ടുപിടിച്ചിട്ട് പുറത്തു പോയേക്കുവെന്ന് പറയണം. അതിനെന്താ കുഴപ്പം എന്ന് ലക്ഷ്മമ്മ ചോദിക്കുകയാണ്. എന്താ കുഴപ്പമെന്നോ? ഇപ്പൊ അഭിരാമി ആരോ ഒറ്റിക്കൊടുത്തില്ലേ, അപ്പൊ ഒറ്റിക്കൊടുത്ത നന്ദയാന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഗൗതം ഇരിക്കണേ. അപ്പൊ നന്ദ അല്ലെന്ന് തെളിയിക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അർജുനെ കൂട്ടുപിടിച്ച് അർജുനെ കൊണ്ട് നടക്കുമെന്ന് പറയാം. ഇത് കേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല അങ്ങനെ ഒരു കാര്യം നന്ദ ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നന്ദ ഒരിക്കലും അഭിരാമിനെ ഒറ്റിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അങ്ങനെ ഒറ്റിക്കൊടുക്കലെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് എന്താ ഉറപ്പിരിക്കണേ? കാരണം ഗൗതത്തിന്റെ ഭാര്യ നന്ദ. ഇങ്ങനെ അഭിരാമിയെ കുറിച്ച് അഭിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്ദ ചെയ്തോളൂ. അപ്പൊ നന്ദ തന്നെ ആയിരിക്കണം അത് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പം ജഗന്നാഥൻ പറഞ്ഞു, ഒരു പക്ഷെ അതങ്ങനെ ആവാനും വഴിയുണ്ട്. കാരണം നന്ദ തന്നെ ആയിരിക്കും ആ കാര്യം ചെയ്തിരിക്കുന്നു പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, നന്ദമോൾ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദ അത് ഗൗതത്തിന്റെ മുന്നിലല്ല എല്ലാവരുടെ മുന്നിൽ അത് സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് പറയാം. ഈ സമയം പിങ്കി പറഞ്ഞു, അല്ല ഗൗതത്തിന് നന്ദയോട് താല്പര്യമില്ല. കാരണം നന്ദ അതുപോലത്തെ പരിപാടിയല്ലേ അങ്ങനെ അന്ന് കാണിച്ചേ. ഒരു അഭിഹിത ബന്ധമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് താലിമാല വരെ ഗൗതത്തിന്റെ കയ്യിൽ ഊരിക്കൊടുത്ത. അതുകൊണ്ട് ഗൗതത്തിന് അത് ക്ഷമിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, അപ്പൊ തന്നെ നന്ദ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഗൗതം നന്ദയെ ഇനി ഇവിടെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കാത്തേ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ ഗൗതത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ, ഗൗതത്തിന്റെ ഭാഗത്ത് ന്യായമുള്ളെന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, നന്ദേനെ കൂട്ടിക്കൊണ്ടായിരുന്നല്ലോ കഴിഞ്ഞിടയ്ക്ക് നടന്നേ.
ഗൗതത്തിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി പിങ്കിന്ന് ചോദിക്കുക. ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു, അല്ല സത്യവും ന്യായവും ഒക്കെ ഗൗതത്തിന്റെ ഭാഗത്താന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗൗതത്തിന്റെ ഭാഗത്ത് ഇപ്പൊ നിക്കണേന്ന് പറയാം. ഹരിതേ പറഞ്ഞു, ഇനി ഇപ്പൊ എന്തു തന്നെ ആയാലും ഈ നന്ദയും അർജുനും പോയിട്ടുണ്ടല്ലോ, അവരെങ്ങോട്ടാ പോയത് എന്താന്നൊക്കെ അവര് വന്നു കഴിയുമ്പോൾ ചോദിച്ചാൽ പോരെന്ന് ചോദിക്കാം. പിങ്കി പറഞ്ഞേ, അല്ല ഇങ്ങനെ തോന്നിയാസം നടക്കാനാണെങ്കിലേ അറിയാലോ, എനിക്കും അറിയാന്ന് പറയാണ്. പെട്ടെന്ന് പവിത്ര വെച്ച്, എന്താ പിങ്കി ചേച്ചി പറയണേന്ന് ചോദിക്കാം. അല്ല ഇപ്പൊ നന്ദേനെ കൂട്ടിക്കൊണ്ട് അർജുന് പോകേണ്ട കാര്യം വല്ലോണ്ടോ? അതാണ് ഗൗതത്തിന് ഇഷ്ടം കൂടെ ഉള്ള കാര്യമല്ല. കാരണം നന്ദ ഇവിടെ നിൽക്കുന്നവരോട് താല്പര്യമില്ല. അർജുന് നന്ദേനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് എന്നെ എത്ര താല്പര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ട ലക്ഷ്മിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി എന്താന്നുള്ളത്. കാരണം നന്ദനെ ഇവിടെ നിർത്തുന്നത് കൊണ്ടുള്ള ദേഷ്യമാണ് പിങ്കിക്ക്. ഈ സമയം അരുന്ധതി പറഞ്ഞു, നീ എന്താ പിങ്കി മോളെ ഇങ്ങനെയൊക്കെ പറയണേ? നന്ദ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവള് തെളിയിക്കട്ടെ, അതിനെന്താ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കുക. പിന്നീട് കാണിക്കുന്ന അർജുനും നന്ദയും കൂടെ ആ കഫേയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കഫേയിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു മെയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെയിലിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാണ്ട ഇവിടുത്തെ കഫേയിൽ നിന്ന് തന്നെയാ പോയിരിക്കണേ. അപ്പൊ അത് ആരാ അയച്ചേ, അതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കേട്ടിപ്പോ അയാൾ പറഞ്ഞു, അല്ല അതിനെക്കുറിച്ച് പെട്ടെന്ന് അങ്ങനെ ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങൾക്ക് തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടിപ്പോ അർജുൻ പറഞ്ഞു, അത് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമായതുകൊണ്ടാ, അതുകൊണ്ട് എങ്ങനെയല്ല അതിന്റെ ഡീറ്റെയിൽസ്, അല്ല അത് ആരാ അയച്ചേ എന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സമയം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ഒരു നോക്കട്ടെ എന്ന് പറയണം. പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയാണ് ആ മെയിൽ അയക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പറയണം. ആ സമയത്ത് ഈ കഫേ വന്നിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും നന്ദി ഒന്ന് ഞെട്ടി. ഒരു സ്ത്രീയോ, അതാരായിരിക്കും പോലും സ്ത്രീ? അർജുന ഈ സമയം ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മിക്കവാറും പിങ്കി ആയിരിക്കും അവളെ ഇങ്ങനത്തെ പരിപാടിയെ കാണിക്കുള്ളൂ. കാരണം ഗൗതമേന്റെ പേരിൽ ഒരു പരാതിയും പോയിട്ടില്ല. അഭിരാമിയെ മാത്രമാണോ ഒറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗൗതമേനെ സ്വന്തമാക്കാനാണോ അവൾ ഈ ചതി ചെയ്തേ? അങ്ങനെ ഒരു ചിന്ത അർജുന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം നന്ദ ചോദിച്ചു, അല്ല അർജുൻ, നമ്മൾ എങ്ങനെയാ അത് കണ്ടെത്തും? സ്ത്രീ ആണെങ്കിൽ അവരാരാ, എങ്ങനെയാ നമ്മൾ കണ്ടെത്തുമെന്ന് ചോദിക്കണം. അർജുൻ പറഞ്ഞു, അതിന് നമുക്ക് മാർഗമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ ആ CCTV നോക്കി അറിയാലോ ഇങ്ങോട്ട് നമുക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും കയറി വരുന്നുണ്ടോ, അവരാണോ വന്ന് മെയിൽ അയച്ചതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കൂലെന്ന് പറയാം. ഈ സമയം നന്ദ പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ആ വഴി ഒന്ന് ചിന്തിക്കാന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നന്നായിട്ട് അംഗം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. പിങ്കി അവിടെ കിടന്ന് ചെതറി തെറിച്ചോണ്ടിരിക്കുക. പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേങ്കില് നന്ദ അർജുനും കൂടെ പോയിട്ട് പിങ്കിയെ കുറിച്ചുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചാലോ, സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, ആ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ. ഈ സമയത്താണ് അർജുനും നന്ദയും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത്. അർജുനും നന്ദയെ കണ്ടപ്പോൾ പിങ്കി അങ്ങോട്ട് പാർന്നു ചെല്ലുവാണ്. എന്നിട്ട് അർജുനോട് ചോദിച്ചു, അർജുൻ ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കുകയാണ്. എന്താ പിങ്കി? അല്ല അർജുൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ നടക്കണമെന്ന് ചോദിക്കണം. എന്ത് കാര്യങ്ങള്? അല്ല അർജുന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ കാര്യം എന്താന്ന് പറ പിങ്കി. അല്ല ഇപ്പം അഭിരാമിയെ ഒറ്റിക്കൊടുത്തത് ആരാന്ന് അത് തെളിയിക്കാൻ വേണ്ടി അർജുന് നടക്കുന്ന കാര്യമുണ്ടോന്ന് ചോദിക്കോ. ഓ അതാണോ കാര്യം? അതെ, ഞാൻ നന്ദയിടത്തേക്ക് ഒരു കൂട്ടുപോയതാന്ന് പറയണം. ഇത് കേട്ട് അരുന്ധതി പറഞ്ഞു, അല്ല അർജുൻ പോയ കാര്യം എന്തായി? അല്ല നന്ദയല്ല ഒറ്റുകാരി എന്നുള്ള കാര്യം സത്യങ്ങളും എല്ലാം തെളിഞ്ഞോന്ന് ചോദിക്കാം. ഇത് കേട്ടുകൊണ്ടാണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം പറഞ്ഞു, ഓഹോ അപ്പൊ അത് അന്വേഷണമായിട്ട് രണ്ടുപേരും കൂടെ പോയതായിരുന്നല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ അന്വേഷണത്തിന് പോയെന്ന് പറഞ്ഞാലും ഇനി നന്ദാനെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കല്ലെന്ന് പറയണം. എന്നിട്ട് ലക്ഷ്മിയും പറഞ്ഞു, മോനെ നീ എന്തൊക്കെയാ പറയണേ? നീ എന്താ പറയണത്? നിനക്ക് വല്ല ബോധ്യമുണ്ടോ? ഉണ്ടോന്നോ? അഭിരാമി ഒറ്റക്കൊടുത്ത് ഇവിടെ ഒറ്റ എഴുത്തിയ നന്ദ. എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുള്ള കാര്യം. അതുകൊണ്ട് ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാനത് അവിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ തെളിവ് കണ്ടുപിടിക്കാൻ നടക്കുന്ന പോലും ഈ തെളിവ് എവിടുന്ന് കിട്ടുമെന്നും പറഞ്ഞിരിക്കുന്നേ. ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോലീസുകാർ ഇത് പുറത്ത് പറയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കള്ളത്തെളിവ് ഉണ്ടാക്കി എന്റെ അടുത്ത് വന്ന് വിശ്വസിപ്പിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാനാ നിന്റെ മോഹെങ്കില് ആ നടക്കാൻ പോകുന്ന കാര്യമല്ല നന്ദയെന്ന് പറയാം. ഇത് കേട്ടാ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിങ്കിക്കാണ് വല്ലാത്ത സന്തോഷമായിപ്പോയി. ഈ സമയം ജഗന്നാഥൻ പറഞ്ഞു, എന്താ ഗൗതം ഇത്? അഭിരാമിയുണ്ട്, 2-3 ദിവസമായി മനുഷ്യനെ സ്വസ്ഥത കളയാൻ തുടങ്ങിയിട്ട്. അതെ അഭിരാമിനെ ഇപ്പൊ ഒറ്റ കൊടുത്ത് ഇനിയിപ്പൊ നന്ദയാണെങ്കിൽ നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ പോണേ? അത് കഴിഞ്ഞ ആപ്റ്റല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അതെ അത്ര പെട്ടെന്നൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയില്ലച്ചാ. കാരണം ഞാൻ എന്റെ ജീവൻ പണയപ്പെടുത്തിയ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നോക്കിയത്. ആ സമയത്താണ് നന്ദ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയാം. അല്ല അർജുൻ, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? ഓ ഇനിയിപ്പൊ ഇവളെ തെറ്റുകാരിയല്ല പുണ്യാളത്തെ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അല്ല എന്ന് അർജുനോട് ചോദിക്കുക. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, നന്ദ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇത് കേട്ട അർജുൻ പറഞ്ഞു, അതെ നന്ദ തെറ്റുകാരിയല്ലെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതമേട്ടൻ നന്ദയടുത്തെ സ്വീകരിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതമിൽ ഒരു പരിങ്ങളുണ്ടായി. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇത് കേട്ടതും
ജഗന്നാഥൻ പറഞ്ഞു ശരിയാ, അർജുൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ. ഒരു പക്ഷെങ്കില് അങ്ങനെയല്ലാന്ന് നന്ദയല്ല തെറ്റുകാരെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. ജഗന്നാഥനും പറഞ്ഞു അവള് പറഞ്ഞതിനുള്ള ആൻസർ പറ ഗൗതം. നീ അവളെ സ്വീകരിക്കുമെന്ന് ചോദിക്കുക. കാരണം അവള് തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ഒന്ന് ആലോചിച്ചു. പിന്നീട് ഗൗതം പറഞ്ഞു ഇല്ല, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. പെട്ടെന്ന് ലക്ഷ്മി വെച്ച് നീ എന്താടാ പറയണേ? അപ്പൊ നന്ദ തെറ്റുകാരി അല്ലെങ്കിൽ നിനക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ലെന്നേ? അതെ അമ്മേ, എന്റെ കയ്യില് താലിമാല ഊരി തന്നിട്ട് പോന്നവളവള്. അതൊന്നും പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അന്നെല്ലാം അവൾ എന്നെ സംശയിക്കും. അന്ന് സംശയിച്ച് ഇതുപോലെ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. എനിക്ക് അവളെ ഭാര്യയായിട്ട് വേണ്ടെന്ന് പറയാം. ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായി പോയി. പെട്ടെന്ന് ജഗന്നാഥൻ പറഞ്ഞു അതെ ഗൗതം, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ചാടി എടുക്കല്ലെന്ന് പറയാണ്. കാരണം എന്തിനാ ഇങ്ങനെ? ഇതൊരു ജീവിതമാണ്, ആ ഒരു ചിന്ത വേണമെന്ന് പറയുന്നു. മഹേശ്വരൻ പറഞ്ഞു എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പൊ അഭിരാമിനെ ഒറ്റ കൊടുത്താലും നിനക്ക് എന്താ കുഴപ്പം ഗൗതം? നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് നിന്റെ ജീവിതമാണ്. അഭിരാമി ഒരു തീവ്രവാദിയാണ്. അവളെ പിടിച്ചുകൊണ്ട് പോയെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? അതിന്റെ പേരിൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഗൗതം പറഞ്ഞു ഇതെന്റെ കാര്യമാണ്, എന്റെ മാത്രം തീരുമാനമാണെന്ന് പറയണം. ഇത് കേട്ട അർജുൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ എല്ലാവരുമായിട്ട് ഉറപ്പിച്ചു പറഞ്ഞേക്കാം, നന്ദ അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടില്ല. നന്ദ തെറ്റ് ചെയ്തിടത്തോളം കാലം ഗൗതമേട്ടൻ നന്ദനെ ക്രൂശിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അധികം വൈകാതെ തന്നെ ആരാ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നന്ദയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പിങ്കി നിൽക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ ഇവരെന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവോ എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിക്കുന്ന കേട്ടോ. ഇതിൽ പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിയാ പറഞ്ഞിരിക്കുന്നത്. ഫുൾ വിശേഷം വന്നിട്ടില്ല കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.